3:30 to ഒരു 4 o'clock വരെ നമ്മൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമുക്ക് ടിക്കറ്റിൻ്റെ കൂടെ തന്നെ എയർലൈൻസിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്കൊരു ഫോം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോം ഇവിടെ എവിടെയെങ്കിലും ഞാൻ കാണിക്കാം. നമുക്ക് അതിനകത്തിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി കൊടുക്കണം. ഫുൾ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, അഡ്രസ്സ്, ഏത് തഹസീൽ ഏതാണ്, പഞ്ചായത്ത് ഏതാണ്, അതുപോലെ ഏത് ജില്ല, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ്, അത് നമുക്ക് നാട്ടിൽ വരുമ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, നാട്ടിലെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ അഡ്രസ്സ് എല്ലാം ഉണ്ട് അതിനകത്തിൽ. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ഫീവർ, കഫ്, അതുപോലെ തന്നെ അങ്ങനെ അവർ അതിൽ കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ്. അതെല്ലാം നമ്മൾ നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എസ് കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ സൈൻ ചെയ്ത്, പിന്നെ ഒരു ഡിക്ലറേഷനും ഉണ്ടായിരുന്നു അവരുടെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ. ഇതിനകത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് ബോർഡിംഗ് പാസ് അതിന് മുമ്പേ അതങ്ങ് കീറി അങ്ങ് വാങ്ങിക്കും. ഈ പേപ്പർ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചേക്കും നമ്മൾ. എന്നിട്ട് ഇതുപോലെ ഗേറ്റിന് അത് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ഫില്ല് ചെയ്തായിരുന്നു. കാരണം ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ആ പേപ്പർ കിട്ടിയായിരുന്നു. വീട്ടിൽ നിന്ന് ഏതായാലും ഫില്ല് ചെയ്തായിരുന്നു വന്നത്, അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതേ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒക്കെ ഞാൻ മാസ്കും ഗ്ലൗസും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടുന്നുണ്ടായിരുന്നു. പിന്നെ 5:30 മുതൽ പിറ്റേ ദിവസം വരെ എങ്ങനെ നമ്മൾ യൂറിൻ പിടിച്ചു വെക്കും. എന്നോട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ യൂറിൻ പിടിച്ചു വെക്കരുതെന്നാണ് അവർ പറഞ്ഞത്, വെള്ളവും കുടിക്കണം നന്നായിട്ടെന്ന്. അപ്പോൾ ഞാൻ ആകെ മാസ്കും ഗ്ലൗസും മാത്രമേ അന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 4:30 മുതൽ അവർ ആളിനെ ഫ്ലൈറ്റിൽ കയറ്റി തുടങ്ങി. അത് സീറ്റ് നമ്പർ വൈസിലാണ് അവർ കയറ്റി തുടങ്ങിയത്. ബാക്കിൽ നിന്നായിരുന്നു കയറ്റി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുമ്പോഴും എല്ലാവരും ഇത്ര അകലത്തിലാണ് അവരെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് സീറ്റ്സ് എല്ലാം. നമ്മൾ നല്ല ഗ്യാപ്പിലായിരുന്നു നമ്മൾ ഇരുന്നുകൊണ്ടിരുന്നത് ഗേറ്റിൻ്റെ അവിടെ എല്ലാം. എന്നിട്ട് നമ്മൾ ഒരു 4:30 ആയപ്പോൾ വിളിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ 4 മണി ആയപ്പോഴേ ഞാൻ ബാത്റൂമിൽ പോയി. ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന് PPE കിറ്റ് ഇട്ടു. ബാത്റൂമിൽ നിന്ന് ഫുൾ PPE കിറ്റ് ഇട്ടു, ഫുള്ള് കവർ ചെയ്തു. ഞാൻ ആ ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യാൻ പിന്നെ അതിനകത്തിൽ ഒരു ഫുള്ള് കവർ ചെയ്തിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയത്. 4:30 ആയപ്പോഴത്തേക്ക് ഫ്ലൈറ്റിൽ കയറാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു 4:45 ആയപ്പോഴത്തേക്ക് ഞാൻ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ആകെ തകർന്നു പോയത്. കാരണം അത്രയും നേരം ആ ദുബായ് എയർപോർട്ടിൽ നമ്മൾ അത്രയും സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫ്ലൈറ്റിനകത്തിൽ എല്ലാവരും അടുപ്പിച്ചടുപ്പിച്ചാണ് ഇരുന്നത്. നമ്മൾ നോർമലി ഫ്ലൈറ്റിനകത്തിൽ എങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നത് അതുപോലെയാണ് ട്രാവൽ ചെയ്ത് ഞങ്ങൾ വന്നത്. 3 സീറ്റും ഫുള്ളായിട്ട് ഒരു ഗ്യാപ്പും ഇല്ലാതെ കംപ്ലീറ്റ് സീറ്റ് അവർ ഫുള്ള് ആക്കിയിട്ടാണ് അവർ കൊണ്ടുവന്നത്. ഭയങ്കര മനസ്സ് തകരുന്ന ഒരു നിമിഷമായിരുന്നു. പിന്നെ ഇത്രയും ഷോ ഓഫിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരും അവിടെ ഇരുന്ന് എല്ലാവരും ഇത് തന്നെ പറഞ്ഞു. പിന്നെ എന്തിനാ ഇത്രയും ഷോ ഓഫ് കാണിച്ച എയർപോർട്ടിൽ? സത്യം ഇങ്ങനെ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ് ആ ഫ്ലൈറ്റിനകത്ത് ഇരുന്നിട്ട്. എന്നിട്ട് നമ്മൾ ഷാർപ്പ് 5:30 ഫ്ലൈറ്റ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുമ്പോഴേ ഒരു ക്യാബിൻ ക്രൂ ആണായിരുന്നു. നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ നല്ലൊരു മനുഷ്യൻ. പുള്ളി ഫുൾ കവറോളൊക്കെ PPE കിറ്റൊക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ പേടി തോന്നുന്നൊരു ഭയങ്കര സൈസായിട്ടുള്ള ഒരു ഇതിടുമ്പോൾ ഭയങ്കര പേടി തോന്നും നമുക്ക്. അപ്പം പിന്നെ ഒരു ലേഡിയും 2 പേരും ഫുൾ PPE കിറ്റിട്ട് കവർ ചെയ്തിട്ട് അവർ നമുക്ക് നന്നായിട്ട് സാനിറ്റൈസർ നന്നായിട്ട് കയ്യിൽ ഒഴിച്ചു തരും. നമ്മളത് റബ്ബ് ചെയ്തിട്ട് വേണം ഫ്ലൈറ്റിലേക്ക് എൻട്രി ആവാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ സീറ്റിന് തൊട്ട് മുമ്പിലൊരു പോക്കറ്റ് ഉണ്ടല്ലോ, നമ്മുടെ മുമ്പിലത്തെ സീറ്റിൻ്റെ ബാക്കിലായിട്ട്. അവിടെ അവർ നമുക്ക് ഉള്ള ഫുഡും ഒരു പാക്കറ്റിനകത്താക്കി വെച്ചിരുന്നു. പിന്നെ ഒരു പാക്കറ്റിനകത്തിൽ ഒരു സാനിറ്റൈസറിൻ്റെ സാഷേ, 2 മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ മുമ്പേ ഫില്ല് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ 2 ചെറിയ ഫോം, ആ സെയിം തന്നെ 2 ചെറിയ ഫോമും അതിലുണ്ടായിരുന്നു. അത് നമ്മൾ ഫില്ല് ചെയ്യണമായിരുന്നു. ഇതെല്ലാം സെറ്റ് ചെയ്ത് അവർ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബിൻ ക്രൂസ് നമ്മുടെ ഇടയ്ക്കൂടൊന്നും പോയില്ല. അവരാദ്യം അവിടെ നിന്ന് നമ്മൾക്ക് സാനിറ്റൈസർ തന്നതേ ഉള്ളൂ. പിന്നെ അവരില്ല ഒരു ഇൻസ്ട്രക്ഷൻസ് തരുമല്ലോ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ, അതൊക്കെ അവർ മുമ്പിൽ നിന്ന് കാണിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവർ. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തു. ഷാർപ്പ് ഇവിടുത്തെ 11 o'clock ആയപ്പം ഇന്ത്യൻ ടൈം 11 o'clock നമ്മൾ ലാൻഡ് ചെയ്തു. ഷാർപ്പ് ടൈമിംഗ് ആയിരുന്നു. ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് എയർപോർട്ടിനേക്കാളൊക്കെ ആരും PPE കിറ്റ് ഇടാതെ ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ കണ്ടില്ല ഒരു സ്റ്റാഫിനും. അത്ര ഒരു സ്ട്രിക്റ്റ് ആയിട്ടും അത്ര നീറ്റായിട്ടുമാണ് അവർ കാര്യങ്ങളെല്ലാവരും ചെയ്തത്.
ആകെ എമിഗ്രേഷനിൽ മാത്രം 2-3 പേരെ മാത്രം അവർ ആ കണ്ണാടിക്കൂട്ടിനകത്തിരിക്കുക. അതുകൊണ്ട് അവർ PPE കിറ്റ് ഇട്ടിട്ട് ഞാൻ കണ്ടില്ല. അവർ മാസ്കും ഗ്ലൗസും എല്ലാം ഇട്ടിട്ടുണ്ട്, PPE കിറ്റ് ഇട്ടിട്ടില്ല. ബാക്കി എല്ലാവരും പോലീസുകാർ സഹിതം PPE കിറ്റ് ഇട്ടിട്ടാണ് ഇരുന്നത്. അതുപോലെ നമ്മളെ ഗൈഡ് ചെയ്യുന്നവരും നന്നായിട്ട് നമ്മൾ ഇത്ര അകലത്തിലേ പോകാവൂ, ഇത്ര ഇങ്ങനെ ഇരിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു നല്ലൊരു സർവീസായിരുന്നു എനിക്ക് ഈ ട്രിവാൻഡ്രം എയർപോർട്ടിൽ കണ്ടത്. ദുബായേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിരുന്നു ട്രിവാൻഡ്രത്തെ ആ ഒരു എയർപോർട്ടിലെ ആ ഒരു സർവീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഇത്രയും കെയർ കൊടുക്കുക, ഇത്രയും ശ്രദ്ധിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി. മറ്റിടത്തുനിന്ന് നമ്മൾ വന്നിട്ടായിരിക്കാം നമുക്ക് പെട്ടെന്ന് അത്ഭുതമായി തോന്നിയത്. ഇത് കണ്ടിട്ട് സന്തോഷവും തോന്നി ഒരുപാട്. ഈ നാട്ടിലെത്തിയതിൻ്റെ സമാധാനവും എല്ലാം ഉണ്ട്. എന്നിട്ട് വന്നിട്ട് നമ്മൾ എല്ലായിടത്തും കഴിഞ്ഞു, ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞു. അവിടെ എല്ലായിടത്തും നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, അപ്പം നമ്മൾ ഈ ഫ്ലൈറ്റ് വെച്ച് ഫില്ല് ചെയ്ത പേപ്പർ ഒരെണ്ണം നമ്മൾ ഇമിഗ്രേഷനിൽ കൊടുക്കും, പിന്നെ ഒരെണ്ണം നമുക്ക് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർ എഴുതി വാങ്ങിക്കും. അവിടെ ഒരു ട്രേക്കകത്ത് നമ്മൾ ഇത് ഇടണം. അപ്പം ഓരോ സ്ഥലത്തേക്കും പോകുന്നവർക്ക് ഓരോരോ കൗണ്ടറാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക്, കൊല്ലം ജില്ല, ട്രിവാൻഡ്രം ജില്ല, ആലപ്പുഴ ജില്ല, അങ്ങനെ ഓരോ ജില്ലകൾക്കും ഓരോ കൗണ്ടർ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ശരിക്കും എല്ലാത്തിനും പ്രയോറിറ്റി കിട്ടി, പ്രായമുള്ളവർക്കും പ്രഗ്നൻറ്റ് ലേഡീസിനും. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവിടെ വന്ന് ഫുൾ ഡീറ്റെയിൽസും കൊടുത്തു. അപ്പം എൻ്റെ കയ്യിൽ ഫോൺ ഇന്ത്യൻ സിം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു വന്നത് വിളിക്കാൻ വേണ്ടിയിട്ട്. അച്ഛന് 65 വയസ്സ് താഴെയായിരുന്നു, അപ്പോൾ അച്ഛന് വരാൻ പറ്റുമായിരുന്നു. അച്ഛന് വേറെ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ട്. അച്ഛനായിരുന്നു എന്നെ വിളിക്കാൻ വേണ്ടി വന്നത്, സ്വന്തം വണ്ടിയിലാണ് വന്നത്. അപ്പോൾ അവർ ചോദിച്ചു വണ്ടി നമ്പർ പറയാൻ പറഞ്ഞു. എനിക്ക് വണ്ടി നമ്പർ മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഫ്രണ്ടിലത്തെ ആ ഒരു KL ഇത്ര സംഭവം എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി നമ്പർ ഫാൻസി നമ്പറാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർക്കുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പം പുള്ളി ചോദിച്ചു സ്വന്തം വണ്ടിയുടെ നമ്പർ അറിയത്തില്ലെന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളി തന്നെ പോലീസുകാരൻ തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ നമ്പർ വാങ്ങിച്ചു. അപ്പം അവർ എയർപോർട്ടിന് പുറത്ത് കിടക്കുമായിരുന്നു, കാറ് അകത്തേക്ക് കയറ്റത്തില്ലായിരുന്നു, എവിടെയോ അവർ എല്ലാവരും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ മകൾ വന്നിട്ടുണ്ട്, നമ്പർ ഒന്ന് പറഞ്ഞു, അപ്പോൾ വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തു. ഇവർ വണ്ടി നമ്പർ എഴുതിയിട്ട് വേറൊരു സാറിൻ്റെ കൊടുത്തിട്ട് പുള്ളി വയർലെസ് സെറ്റ് വഴി അവർ പറഞ്ഞു കൊടുത്തു, ഇതുപോലെ ഇന്ന വണ്ടി നമ്പർ ഉള്ളത് കടത്തി വിടാൻ പറഞ്ഞു. വണ്ടി നമ്മളെ അകത്ത് ഞാൻ പുറത്ത് എത്തിയപ്പോഴത്തേക്ക് വണ്ടി പാസ് ചെയ്ത് നമ്മുടെ എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്ക് തന്നെ ഓടി വന്നു. നമ്മൾ ഈ വയറൊക്കെ വെച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് തന്നെ വേറെ ഒരുപാട് പേരോട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കൊരു പയ്യൻ ഓടി വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി, എങ്ങനെയാണ് പോകുന്നത്, ടാക്സിയിലാണോ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഹോം ക്വാറന്റൈൻ ആണെന്ന് എല്ലാവർക്കും കണ്ടാലേ അറിയാം, ഹോം ക്വാറന്റൈനുള്ള ആളായി പോകുന്നതെന്ന് വയറ് കാണുമ്പോഴേ അറിയാൻ വെക്കും. അത്യാവശ്യം ഇച്ചിരി വയറും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഒരു പയ്യൻ വന്നിട്ട് ചോദിച്ചു എന്താണ്, ഞാൻ പറയാം ഇങ്ങനെ വന്നില്ല, അകത്തുനിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എൻ്റെ നമ്പർ വാങ്ങിച്ചു, അച്ഛനെ ഒന്നുകൂടെ വിളിച്ചു. അപ്പം അച്ഛൻ അകത്തേക്ക് വരുവാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുപോലെ വന്നു, അച്ഛൻ വന്നു, പെട്ടിയൊക്കെ എടുത്ത് വണ്ടി ഡിക്കിക്കകത്തിട്ടിട്ട് ഞാൻ ബാക്ക് സീറ്റിൽ ഇരുന്നു. കവറോൾ അപ്പം തന്നെ റിമൂവ് ചെയ്ത് എല്ലാം മാറ്റി. അതുപോലെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നമ്മൾ ക്യാമറയിൽ നമ്മുടെ ടെമ്പറേച്ചർ നമ്മളതിലേക്ക് നോക്കാൻ പറയും. നമ്മുടെ ടെമ്പറേച്ചർ അതിൽ അറിയാൻ പറ്റും. പാരസിറ്റമോൾ കഴിച്ചാൽ പോലും നമ്മുടെ ടെമ്പറേച്ചർ അറിയാൻ ഒക്കും എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ നമ്മുടെ ലഗേജ് കംപ്ലീറ്റ് സാനിറ്റൈസ് ചെയ്ത് മഴവെള്ളത്തിൽ കുളിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ലഗേജ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസിന് സ്പെഷ്യലായിട്ടൊരു ആരോഗ്യ പ്രവർത്തകൻ നിന്ന് നമുക്ക് ചെറിയൊരു ഗൈഡൻസും അവിടെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 12:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിന് പുറത്ത് വന്നു. 11 മണിക്ക് ലാൻഡ് ചെയ്ത വണ്ടിയല്ലല്ലോ, ഫ്ലൈറ്റാണ്. 12:45 ആയപ്പോഴത്തേക്കാണ് ഞാൻ എയർപോർട്ടിന് പുറത്ത് വന്നത്. പിന്നെ ഞങ്ങൾ പതുക്കെ, അപ്പം ഇവർ പറഞ്ഞിരുന്നു പ്രത്യേകം AC ഒന്നും കാറിനകത്ത് ഇടരുതെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ AC ഒക്കെ ഇടാതെ, പിന്നെ അത്യാവശ്യം ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മഴയൊക്കെ നനഞ്ഞാണ് കാറിനകത്തിൽ ഇങ്ങനെ എത്തിയത്. അപ്പം അച്ഛൻ വിളിക്കാൻ വന്നതുകൊണ്ട് തന്നെ അച്ഛനും ഹോം ക്വാറന്റൈൻ ആയിരുന്നു. പിന്നെ അമ്മയാണ്, പക്ഷേ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങ് ക്വാറന്റൈൻ ആയി. അമ്മ എന്നെ വിളിക്കാനൊന്നും വന്നില്ലായിരുന്നു, പക്ഷെ എന്നാലും അച്ഛനും ഞാനുമായിട്ടൊക്കെ ഇടപഴകുന്നതുകൊണ്ട് അമ്മയും അങ്ങ് ക്വാറന്റൈൻ ആയി. ഞാനുമായിട്ട് അങ്ങനെ ഇടപഴകുന്നൊന്നുമില്ല ആരും. അന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അച്ഛൻ എന്നെ ലാസ്റ്റ് കാണുന്നത്. പിന്നെ ഇതുവരെ ഞാൻ മേളത്തെ നിലയിലാണ്. പിന്നെ ഇതുവരെ അച്ഛൻ എന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും ക്വാറന്റൈൻ ആയിട്ടുണ്ട്.
അമ്മയാണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മേളത്തെ ഹാളിൻ്റെ അവിടെ ഒരു ഡെസ്ക് ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ കൊണ്ട് ഞാൻ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വെച്ചേക്കും. അമ്മ അതിനകത്ത് കൊണ്ട് എല്ലാം വെച്ചിട്ട് അമ്മ താഴെ ഇറങ്ങിപ്പോയിട്ടാണ് ഞാൻ പോയി പിന്നെ ഫുഡ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്വസ്ഥം സുഖമാണ്. വെറുതെ ഇവിടെ എനിക്ക് തിന്നാൻ മതി, ഒരു കുഴപ്പമില്ല. അമ്മയ്ക്കാണ് പാട്. അമ്മ ഒരു ദിവസം ഒരു 6-7 വട്ടം സ്റ്റെയർ കേസ് കയറി ഇറങ്ങുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാണ്, നമുക്ക് അവരുടെ സേഫ്റ്റി നോക്കണം. അപ്പം നമ്മളിങ്ങനെ പോവാം, ഒരു 14 ഡേയ്സ് ഇങ്ങനെ പോയേ പറ്റൂ. 14 ഡേയ്സ് കഴിഞ്ഞാൽ പോലും 1 മാസത്തേക്ക് ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ 14 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടേക്ക് ഇറങ്ങി ചെല്ലാം, വീടിന് പുറത്ത് പോകരുതെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇതാണ് എൻ്റെ ഇവാക്വേഷൻ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ദൈവമേ, ഇനി ഇങ്ങനത്തെ അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ PPE കിറ്റൊക്കെ ഇട്ടിട്ട് ഒരു 4 മണിക്കൂറൊക്കെ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ എയർപോർട്ടിലും ഇപ്പം അതുപോലെ തന്നെ ഈ മെഡിക്കൽ ടീമും ഒക്കെ എത്ര നാളുകൊണ്ട് ഈ സാധനമൊക്കെ ഇട്ടിട്ട് എന്ത് ഒരു ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. ഞാൻ ഈ PPE കിറ്റ് ഇട്ടപ്പം ആ ബാത്റൂമിൽ നിന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ദൈവമേ ഈ ഡോക്ടേഴ്സിനെയും അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരെ സമ്മതിക്കണം എന്ന്. അത്രയ്ക്ക് പാടാണ് ഈ സാധനം കയറ്റി ഇങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ വയറൊക്കെ ആയപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പിന്നെ ഇച്ചിരി വയറുള്ളായിരുന്നു, അതങ്ങ് കയറി അങ്ങ് പോവും, ഉള്ളിൽ അങ്ങ് പോവും. അയ്യോ, ഒരു ചേച്ചി ഞാൻ കണ്ടു, പുള്ളിക്കാരത്തി 2nd പ്രഗ്നൻസി ആണെന്ന് തോന്നുന്നു, കാരണം കൂടെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് സിബ് ഇടാൻ പോലും വയ്യ, കാരണം അത്രയ്ക്ക് വയറുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ ഇട്ടേക്കുവാണ്. എനിക്ക് കഷ്ടം തോന്നി. ആ ഒരു അവസ്ഥ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭയങ്കര നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. നമുക്ക് ചിലപ്പം കണ്ണ് നിറയുന്ന നമ്മളെ ഒന്നാമത് ഇമോഷണലി വല്ലാതെ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടി ഇങ്ങനത്തെയൊക്കെ സീനോടെ കാണുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ, ഒരു 1-2 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും മാസ്ക് ഇട്ടിട്ട്, അവരാണെങ്കിൽ മാസ്ക് ഇടാൻ സമ്മതിക്കുന്നുമില്ല, ബഹളം വെക്കുന്നു. കൊച്ചുകുട്ടികളൊക്കെ മാസ്ക് ഇട്ട് ഉറക്കിയൊക്കെ കിടത്തി മാസ്ക് ഒക്കെ ഇട്ടിട്ട് എത്ര അമ്മമാരെ കൊണ്ടുവന്നറിയാം. അപ്പം നമ്മളൊന്ന് ആലോചിക്കുന്നത്, അപ്പം ഞാൻ വിചാരിച്ച ആ കൂട്ടത്തിലൊക്കെ ഭേദം ഞാനാണ്, കാരണം നമ്മളുടെ ഉള്ളിലത് ഇത് കിടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെയൊക്കെ കൊണ്ട് ഭയങ്കര പാടാണ്. കുട്ടികളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ട്രാവലിങ്. ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇനിയും ഉണ്ടാവല്ലേ, ഈ ഒരു അവസ്ഥ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും. നമ്മളെ കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്നും ഇതൊക്കെ മാറട്ടെ. എന്തായാലും വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഇവാക്വേഷൻ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് കേട്ടോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സുഖമായിട്ടൊക്കെ ഇരിക്കുക. നമുക്ക് വേണ്ടി പുറത്ത് ബുദ്ധിമുട്ടുന്നവരെ, സർവീസ് ചെയ്യുന്നവരെ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ബൈ.